ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വസ്നേഹപ്രണാമം. സംബന്ധിതായിരിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം പുതിയ സ്കന്ധം 12-ാം അധ്യായം ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരേജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹൃതസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 12-ാം അധ്യായം ആരംഭിക്കുകയാണ്. മൈത്രേയ ഉവാച ഇതി വർണ്ണിതക്ഷത്ത കാലാഖ്യപരമാത്മനാം മഹിമാം വേദഗർഭോധ യഥാ ഫ്രാക്ഷീൻ നിബോധമേ. ഇത് ഇപ്രകാരം തേ നിനക്കായിക്കൊണ്ട് വർണ്ണിത വർണ്ണിക്കപ്പെട്ടു ക്ഷത്ത സംബോധനയാണ്, അല്ലയോ വിദുര. കാലാഖ്യപരമാത്മന പരമാത്മസ്വരൂപനായ ഈശ്വരന്റെ കാലം എന്നു പേരുള്ള മാഹാത്മ്യത്തെക്കുറിച്ച് മഹിമ ഇതി തേ വർണ്ണിത. ഇങ്ങനെ കഴിഞ്ഞ അധ്യായത്തിൽ കാലത്തിൻ്റെ മഹാത്മ്യമാണ് നിന്നോട് വർണ്ണിച്ചത്. പരമാത്മ ചൈതന്യസ്വരൂപനായ ഭഗവാന്റെ കാലം എങ്ങനെയാണ് എന്ന കാലം എന്ന വ്യവഹരിക്കുന്ന ആ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. വേദഗർഭോധ വേദഗർഭൻ ബ്രഹ്മാവ് അഥ അനന്തരം യഥാ അഫ്രാക്ഷീത് എപ്രകാരമാണോ സൃഷ്ടിച്ചത് നിബോധ മേ എന്നിൽ നിന്നും അത് ബോധ്യപ്പെട്ടാലും കേട്ടാലും. നിബോധ യഥാ അഫ്രാക്ഷീത് നിബോധ യഥാ ഫ്രാക്ഷി നിബോധ മേ. മേ എന്നിൽ നിന്നും നിബോധ ബോധ്യപ്പെടൂ, അറിയൂ. എപ്രകാരമാണ് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചതെന്നും കൂടി ഞാൻ പറയാം. ഇനി അത് കേട്ടോളൂ. ഇതുവരെ ഞാൻ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ഞാൻ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയാൻ പോവാണ്, കേട്ടോളൂ. ഇതി തേ വർണ്ണിതക്ഷത്ത കാലാഖ്യപരമാത്മനാം മഹിമാവേദഗർഭോധ യഥാ ഫ്രാക്ഷിൻ നിബോധമേ. ഹേ ക്ഷത്തഃ പരമാത്മനഃ കാലാഖ്യഃ മഹിമാ ഇതി തേ വർണ്ണിതഃ അഥ വേദഗർഭഃ യഥാ അഫ്രാക്ഷീത് മേ നിബോധ. ഇതി തേ വർണ്ണിതക്ഷത്ത കാലാഖ്യപരമാത്മനാം മഹിമാവേദഗർഭോധ യഥാ ഫ്രാക്ഷിൻ നിബോധമേ. ഇതി തേ വർണ്ണിതക്ഷത്തഃ കാലാഖ്യപരമാത്മനാം മഹിമാവേദഗർഭോധ യഥാ ഫ്രാക്ഷിൻ നിബോധമേ. ഫഫർജാഗ്രേ അന്ധതാമിഫ്രം ആദികൃത് മഹാമോഹം ച മോഹം ച തമശ്ചജ്ഞാനവൃത്തയാം. ഫഫർജ അഗ്രേ ആദ്യം സൃഷ്ടിച്ചു. അഗ്രേ എന്ന് വെച്ചാൽ ആദിയിൽ. ഫഫർജ സൃഷ്ടിച്ചു. അന്ധതാമിഫ്രം അഥ താമിഫ്രം ആദികൃത്. അന്ധതാമിഫ്രത്തെയും പിന്നീട് താമിഫ്രത്തെയും ആദികൃത്തായ സൃഷ്ടാവ് ഫഫർജ ആദ്യം സൃഷ്ടിച്ചു. പിന്നെ മൂന്നാമതായിട്ട് മഹാമോഹം ച മോഹം ച മഹാമോഹത്തെയും മോഹത്തെയും തമശ്ച അജ്ഞാനവൃത്തയ തമസിനെയും അജ്ഞാനവൃത്തികളായ ഈ 5 എണ്ണത്തെയാണ് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അന്ധതാമിഫ്രം, താമിഫ്രം, മഹാമോഹം, മോഹം, അജ്ഞാനം, ഈ 5 എണ്ണം.
തഥാമിശ്രം അഥ താമിശ്രമാദിഗത് മഹാമോഹം ച മോഹം ജാതമശ്ചജ്ഞാനവൃത്തയ. ആദിയിലെ ഈ 5 സൃഷ്ടിച്ചു. ഇതിൻ്റെ പേര് അജ്ഞാനവൃത്തികൾ എന്നാണ്. ഇതഞ്ചും അജ്ഞാനത്തെ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഈ സൃഷ്ടിച്ചത് മുഴുവൻ. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മബോധത്തെ മറയ്ക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അതിന് തമസ് എന്ന് പേര് കൊടുത്തത്. ദേഹ, ഇന്ദ്രിയം, അന്ധകരണങ്ങൾ ഇവയിൽ ഞാനെന്നുള്ള ബുദ്ധിയാണ് മോഹം. വിഷയഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അതിമോഹമാണ് മഹാമോഹം. ഇതാണ് മോഹവും മഹാമോഹവും തമ്മിലുള്ള വ്യത്യാസം. ദേഹം, ഇന്ദ്രിയം, മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം ഇവയിൽ ഞാനെന്ന ബുദ്ധിയുടെ പേരാണ് മോഹം എന്നുള്ളത്. ഇതൊക്കെ ഞാനാണ് എന്നുള്ള ഒരു ബോധം, എൻ്റെ പേരാണ് മോഹം. പിന്നെയുള്ളത് ഭൗതികമായ വിഷയഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹത്തെ മഹാമോഹം എന്ന് വിളിച്ചു. ഈ വിഷയഭോഗത്തിന് തടസ്സമുണ്ടാക്കുന്ന ക്രോധത്തെയാണ് താമിശ്രം എന്ന് വിളിച്ചത്. വിഷയങ്ങൾ അനുഭവിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ക്രോധത്തെയാണ് താമിശ്രം എന്ന് വിളിച്ചത്. ഈ വിഷയത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് അത് അനുഭവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ താൻ തന്നെ നശിച്ചുപോയി എന്നുള്ള ഒരു ബോധമുണ്ട്. അതിൻ്റെ പേരാണ് അന്ധതാമിശ്രം എന്നുള്ളത്. എന്നിങ്ങനെ ഇതെങ്ങനെയാണ് ഈ പേര് അജ്ഞാനവൃത്തികളായി പരിണമിക്കുന്നത് എന്നും കൂടി അറിഞ്ഞാലേ നമുക്കത് ശരിക്ക് ബോധ്യപ്പെടാൻ പറ്റുള്ളൂ. ഈ 5 വൃത്തികളാണ് ആദ്യം സൃഷ്ടിച്ചത്. ഇതൊക്കെ അവിദ്യയുടെ ബ്രാഞ്ചുകളാണ്. എന്നാൽ പിന്നെ എന്താ ഇതാദ്യം സൃഷ്ടിക്കാൻ പോയത്? കാരണം ഇതില്ലെങ്കിൽ പിന്നെ ലോകം ഇല്ലാതാവും. ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആസ്പദം ഇതൊക്കെ തന്നെയാണ്. ആത്മാവിൻ്റെ പരമാർത്ഥം അറിഞ്ഞവർക്ക് ലോകമില്ലല്ലോ. അവർക്ക് ലോകത്തിൻ്റെ ആവശ്യമില്ല. സത്യജ്ഞാനം അനന്തം എന്ന് ഭാഷയെടുത്ത ഒരാൾക്ക് പിന്നെ ഈ ലോകവും വേണ്ട, ഇതൊന്നും വേണ്ട. അവർക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകസൃഷ്ടിക്ക് ആദ്യമായി ഉദ്യമിച്ച ബ്രഹ്മാവ് ഈ ലോകത്തെ നിലനിർത്താൻ, ഈ ലോകത്തിൻ്റെ അവസ്ഥകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അജ്ഞാനവൃത്തികളായ 5 ആദ്യം ജനിപ്പിച്ചത്. അത് യുക്തമല്ല എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതിനൊരു മറുപടിയാണ് അജ്ഞാനം ലോകകാരണമാണ് എന്നുറപ്പിച്ചു ബ്രഹ്മാവ്. ഈ ലോകം ഇന്നിങ്ങനെ നിലനിൽക്കുന്നത് ഈ അജ്ഞാനവൃത്തികൾ കൊണ്ടാണ്. ഇതിനെ അതിക്രമിച്ചാൽ പിന്നെ ലോകമില്ല. ഇതിനെ അതിക്രമിക്കുന്ന ഋഷീശ്വരന്മാർക്ക് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പോകുന്നവരാണ്. അപ്പം ഈ ലോകത്തെ താൻ സൃഷ്ടിക്കുന്ന ജനങ്ങൾക്ക് അനുഭവിക്കാൻ പാകത്തിനാക്കി കൊടുത്തക്കൽ വേണ്ടിയിട്ടാണ് 5 സൃഷ്ടികൾ ആദ്യം ഉണ്ടാക്കിയത്. അല്ലെ എന്തിനാണ് ഇതിന് പോയത്? അജ്ഞാനവൃത്തികളായ 5. ഒന്ന്, ഞാനാണ് എന്നുള്ള ഒരു ബുദ്ധി. 2, ഇന്ദ്രിയങ്ങളെ അനുഭവിക്കാനുള്ള മോഹം. 3, അതിനാസ്പദമായ കോപം. പിന്നെ 4, താൻ തന്നെ നശിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ബോധം. ഇങ്ങനെ 5 വൃത്തികൾ ആദ്യം സൃഷ്ടിച്ചു ബ്രഹ്മാവ്. സ്വഫർജാഗ്രേ അന്ധതാമിശ്രം അഥതാമിശ്രമാദികൃത് മഹാമോഹം ച മോഹം ച തമശ്ചജ്ഞാനവൃത്തയാം. ആദികൃത് അഗ്രേ അന്ധതാമിശ്രം അഥതാമിശ്രം മഹാമോഹം ച മോഹം ച തമശ്ച സ്വഫർജ അജ്ഞാനവൃത്തയഃ. സ്വഫർജഗ്രേ അന്ധതാമിശ്രം അഥതാമിശ്രമാദികൃത് മഹാമോഹം ച മോഹം ച തമശ്ചജ്ഞാനവൃത്തയാം. സ്വഫർജഗ്രേ അന്ധതാമിശ്രമഥതാമിശ്രമാദികൃത് മഹാമോഹം ച മോഹം ച തമശ്ചജ്ഞാനവൃത്തയഃ. ദൃഷ്ട്വാ പാപീയസീം സൃഷ്ടിം ആത്മാനം ബഹ്വമന്യതാം ഭഗവദ്ധ്യാനബോധേന മനസാന്യാം തതോ സൃജത്.
ദൃഷ്ട്വാ കണ്ടിട്ട് പാപീയഫീം സൃഷ്ടിയും, ഈ 5 സൃഷ്ടികൾ പാവീയഫാണ്, പാപത്തെ ഉണ്ടാക്കാൻ കാരണമാണ് എന്ന് കണ്ടിട്ട് ആത്മാനം ബഹു അമന്യത, തൻ്റെ ആത്മാവിനെക്കുറിച്ച് ബഹുമാനം തോന്നിയില്ല, തന്നെക്കുറിച്ച് ബഹുമാനം തോന്നിയില്ല. വേണ്ടാത്ത വൃത്തികളാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ആത്മാനം ബഹു അമന്യത. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവദ്ധ്യാനഭൂതേന, വീണ്ടും ഭഗവാനെ ധ്യാനിച്ചു. അതുകൊണ്ട് പരിശുദ്ധമായ മനസ്സുകൊണ്ട് അന്യാം തതോ അസൃജത്, ബാക്കിയുള്ളതിനെ സൃഷ്ടിച്ചു. അന്യാൻ തതോ അസൃജത്. അപ്പം ഇങ്ങനെ എപ്പോഴാണോ ബ്രഹ്മദേവന് ഈ അജ്ഞാനവൃത്തികളെക്കുറിച്ച് സൃഷ്ടിച്ച തന്നെക്കുറിച്ച് തന്നെ ഒരു ബഹുമാനമില്ലാതായി തോന്നിയത്, അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്നതുകൊണ്ട് പരിശുദ്ധമായ മനസ്സോടെ ബാക്കി സൃഷ്ടികൾ ബ്രഹ്മാവ് ചെയ്തു എന്നർത്ഥം. ദൃഷ്ട്വാ പാപീയഫിം സൃഷ്ടിം ആത്മാനം ബഹ്വമന്യതാം ഭഗവദ്ധ്യാനഭൂതേന മനസാന്യം തതോ സൃജത്. ദൃഷ്ട്വാ പാപീയഫിം സൃഷ്ടിം ആത്മാനം ബഹ്വമന്യതാം ഭഗവദ്ധ്യാനഭൂതേന മനസാന്യം തതോ സൃജത്. ഫനകം ച ഫനന്തം ച ഫനാതനമഥാത്മഭൂ ഫൽകുമാരൻ ച മുനീൻ നിഷ്ക്രിയാൻ ഊർധ്വരേതസാം. പിന്നീട് ഫനകം ച ഫനന്തം ച ഫനാതനം അഥ ആത്മഭൂ ഫൽകുമാരൻ ച മുനീൻ. ആത്മഭൂവായ ബ്രഹ്മാവ് ഫനകനെയും ഫനന്തനെയും ഫനാതനെയും ഫൽകുമാരനെയും ആയ 4 മുനിമാരെ നേരെ നിഷ്ക്രിയാൻ ഊർധ്വരേതസ. അവർ നിഷ്ക്രിയന്മാരാണ്, പ്രവൃത്തി മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞവരാണ്, നിവൃത്തി മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരാണ്, ഊർധ്വരേതസുകളാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ അതിജീവിച്ചവരാണ്. അവരുടെ രേതസുകൾ ഇന്ദ്രിയങ്ങളിൽ കൂടിയല്ല, മനസ്സിൽ കൂടിയാണ് പുറപ്പെടുക. അതുകൊണ്ട് ഊർധ്വരേതസ് എന്നവരെ വിളിച്ചതാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരുമായിരുന്നു അവര്. ധർമാർത്ഥകാമമോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥത്തെ സമ്പാദിക്കാൻ ഉള്ള പ്രവൃത്തി ചെയ്യാനാണ് അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് അവര് നിഷ്ക്രിയന്മാരായിട്ട് തീർന്ന് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരെന്നിവരെക്കുറിച്ച് പറയും. ഓരോ കൽപ്പം തോറും ഇവരെ സൃഷ്ടിക്കില്ല, ഇവർക്ക് നാശവുമില്ല. ഇതാണ് ഫനകാദികളുടെ ഒരു മഹാത്മ്യം. അങ്ങനെ ഫനകാദികളെയാണ് ബ്രഹ്മാവ് പിന്നീട് സൃഷ്ടിച്ചത്. ഫനകം ച ഫനന്തം ച ഫനാതനമഥാത്മഭൂഹും ഫനൽകുമാരൻ ച മുനീൻ നിഷ്ക്രിയാൻ ഊർധ്വരേതസാം. ആത്മഭൂഹു, ഫനന്തം, ഫനാതനം അഥ ഫനൽകുമാരം ച മുനീൻ ച ഊർധ്വരേതസഃ നിഷ്ക്രിയാൻ. സ്വസർജ എന്നുമ്പലത്തെ ശ്ലോകത്തോട് ചേർക്കുക. ഫനകം ച ഫനന്തം ച ഫനാതനമഥാത്മഭൂ ഫനൽകുമാരൻ ച മുനീൻ നിഷ്ക്രിയാൻ ഊർധ്വരേതസാം. ഫനകം ച ഫനന്തം ച ഫനാതനമഥാത്മഭൂ ഫനൽകുമാരൻ ച മുനീൻ നിഷ്ക്രിയാൻ ഊർധ്വരേതസാം. താൻ ബഭാഷേ സ്വഭൂപുത്രാൻ പ്രജാസൃജിതപുത്രകാഃ തന്നൈച്ഛൻ മോക്ഷധർമാണോ വാസുദേവപരായണാഹം. താൻ അവരോട് ബഭാഷയെ പറഞ്ഞു. സ്വഭൂഹു, ബ്രഹ്മാവ്, സ്വയമായി ഉണ്ടായവനായ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു. പുത്രാൻ, പുത്രന്മാരോട് പറഞ്ഞു. പ്രജാഹ സൃജിതപുത്രകാഃ, ഹേ പുത്രകന്മാരെ, പുത്രന്മാർ വെച്ച കൊച്ചുകുട്ടികൾ. ഇവരൊന്നും 8 വയസ്സുള്ളവരാണ്, ഇവർക്ക് പ്രായം കൂടില്ല. എത്ര വർഷം നിന്നാലും 8 വയസ്സാണ്. അതുകൊണ്ട് പുത്രകാഹ എന്ന് സംബോധന ചെയ്ത പ്രജാസൃജത, പ്രജകളെ സൃഷ്ടിക്കൂ. എൻ്റെ ജോലി അതാണ്. പിതാവിൻ്റെ ജോലിയിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല നിങ്ങളെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളുടെ സൃഷ്ടിയുടെ ആവശ്യം തന്നെ പ്രജാസൃഷ്ടിക്ക് വേണ്ടിയാണ്.
അതുകൊണ്ട് പ്രജാഹ സൃജിതപുത്രകാഹ താൻ ബഭാഷി അവരോട് പറഞ്ഞു, തത് ന ഇച്ഛത് മോക്ഷധർമാണ ബാഹുദേവപരായണാഹ. അപ്പോൾ അവർ പറഞ്ഞു തന്നൈച്ഛത്, അതാഗ്രഹിക്കുന്നില്ല. സൃഷ്ടികർമ്മത്തിൽ പിതാവിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വാസുദേവപരായണാഹ, വാസുദേവന് ശരണം പ്രാപിച്ചവരാണ് ഞങ്ങൾ. മോക്ഷധർമാണ, മോക്ഷധർമ്മത്തെ നിഷ്ഠയുള്ളവരുമാണ് ഞങ്ങൾ. മോക്ഷമെന്നുള്ള ധർമ്മം, ധർമാർത്ഥകാമങ്ങൾ ഞങ്ങൾക്കില്ല. മോക്ഷത്തിൽ മാത്രം നിഷ്ഠയുള്ളവരാണ്, ഉറച്ചവരാണ്. തന്നെയല്ല, വാസുദേവനായ ഭഗവാനെ ശരണം പ്രാപിച്ചവരുമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ സൃഷ്ടിക്ക് ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ ആ ജോലിയിൽ, നമ്മുടെ കുടുംബപരമായ പ്രവൃത്തിയിൽ, നമ്മുടെ സ്വധർമ്മത്തിൽ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തപസ്സിന് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ച ശ്രീമന്തപുത്രന്മാരായ 4 പേരും പിതാവിൻ്റെ വാക്കിനെ അനുസരിക്കാൻ തയ്യാറായില്ല. താൻ ബഭാഷേ സ്വഭൂപുത്രൻ പ്രജാസൃജിതപുത്രകാഹ തന്നൈച്ഛൻ മോക്ഷധർമാണോ വാസുദേവപരായണാഹം. തൻ ബഭാഷേ സ്വഭൂപുത്രൻ പ്രജാസൃജിതപുത്രകാഹ തന്നൈച്ഛൻ മോക്ഷധർമാണോ വാസുദേവപരായണാഹം. സ്വഭൂഃ പുത്രകാഹ പ്രജാഃ സൃജിത. താൻ ബഭാഷേ മോക്ഷധർമാണഃ വാസുദേവപരായണാഃ തത് ന ഐച്ഛൻ. താൻ ബഭാഷേ സ്വഭൂപുത്രൻ പ്രജാസൃജിതപുത്രകാഃ തന്നൈച്ഛൻ മോക്ഷധർമാണോ വാസുദേവപരായണാഃ. ഭോവധ്യാതസ്ഫുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈ ക്രോധം ദുർവിഷഹം ജാതം നിയന്തുപചക്രമേ. ഭോ അവധ്യാതഃ സ്ഫുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈ. അവൻ പ്രത്യാഖ്യാത അനുശാസനൈഃ അവധ്യാതഃ സുതൈഃ ഏവം. അവധ്യാതന്മാരായ പുത്രന്മാരാൽ അവമാനിക്കപ്പെട്ട പുത്രന്മാരാൽ. അവധ്യാതന്മാർ അവമാനിതർ. പുത്രന്മാർ തന്നെ അവമാനിച്ചവനായ ആ ബ്രഹ്മാവ് സുതൈഃ ഏവം പ്രത്യാഖ്യാതാനുശാസനൈ, തൻ്റെ അനുശാസനത്തെ പ്രത്യാഖ്യാതം ചെയ്തു, നിരസിച്ചു. തൻ്റെ ആദ്യത്തെ വാക്കുകളെ നിരസിച്ച് തന്നെ അവമാനിച്ച ആ പുത്രന്മാരോട് ക്രോധം ദുർവിഷഹം ജാതം, സഹിക്കാനാവാത്ത കോപമുണ്ടായി. ദുർവിഷഹം, സഹിക്കാൻ വിഷമുള്ള. ക്രോധം ജാതം, ക്രോധം ഉണ്ടായി. നിയന്തും ഉപചക്രമേ, അതൊന്ന് അടക്കി നിർത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചു ബ്രഹ്മാവ്. അനുസരണക്കേട് കാണിച്ച ആദ്യത്തെ പുത്രന്മാരോട് ഭയങ്കര ദേഷ്യം തോന്നി. പക്ഷെ ആ കോപത്തെ ഒന്ന് അടക്കി നിർത്താൻ ബ്രഹ്മാവ് നന്നായിട്ട് പ്രയത്നിച്ചു നോക്കി. കോപം വന്നു, കോപത്തെ അടക്കി നിർത്താൻ വേണ്ടി. സോവധ്യാതസ്ഫുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈ ക്രോധം ദുർവിഷഹം ജാതം യന്തമുപചക്രമേ. പ്രത്യാഖ്യാതാനുശാസനൈഃ സ്ഫുതൈഃ അവധ്യാതഃ സഹ ദുർവിഷഹം ക്രോധം നിയന്തും ഉപചക്രമേ. സോവധ്യാതസ്ഫുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈ ക്രോധം ദുർവിഷഹം ജാതം നിയന്തുമുപചക്രമേ. സോവധ്യാതസ്ഫുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈ ക്രോധം ദുർവിഷഹം ജാതം നിയന്തുമുപചക്രമേ. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേഃ പദ്യോ ജായത തന്മന്യഃ കുമാരോ നീലലോഹിതഃ. ധിയാ നിഗൃഹ്യമാണോപി,
ബുദ്ധി കൊണ്ട് അടക്കിയെങ്കിലും ധിയാ ബുദ്ധി കൊണ്ട് നിഗൃഹ്യമാണ അപി അതിനെ അടക്കി നിർത്തി എങ്കിലും ഭ്രുവോഹമധ്യാത് പ്രജാപതേഹ ഭ്രുവോഹമധ്യാത് പ്രജാപതിയായ ബ്രഹ്മാവിൻ്റെ പുരികക്കൊടികളുടെ നടുക്കുനിന്നും സദ്യോ അജായത തന്മഞ്ഞു പെട്ടെന്ന് ഉണ്ടായി അവൻ്റെ കോപം കുമാരോ നീലലോഹിതനായ നീലയും ചുവപ്പും വർണ്ണമുള്ള ഒരു പുത്രനായിട്ട് അജായത ജനിച്ചു ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ആ കോപത്തെ ഉള്ളിലടക്കാൻ ശ്രമിച്ചു ബ്രഹ്മാവ്. കോപമുണ്ടായി എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ധിയാ നിഗൃഹ്യമാണോപി അങ്ങനെ മിണ്ടാതെ വാകൾ അടച്ച് ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചു നിന്നപ്പോൾ അത് രണ്ട് പുരിയങ്ങൾ നടുക്ക് മൂക്കിൻ്റെ അഗ്രഭാഗത്തു നിന്നും ആ കോപം പുറത്തേക്ക് ഒരു പുത്രനായിട്ട് വന്നു ഭവിച്ചു. കോപം തന്നെ ഒരു പുത്രനായിട്ട് ജനിച്ചു. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോജായത തന്മന്യു കുമാരോ നീലലോഹിതാം. ധിയാ നിഗൃഹ്യമാണ അപി തന്മന്യുഃ പ്രജാപതേഃ ഭ്രുവോഃ മധ്യാത് നീലലോഹിതഃ കുമാരः സദ്യഃ അജായത. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോ ജായത തന്മന്യുഃ കുമാരോ നീലലോഹിതാം. ധിയാ നിഗൃഹ്യമാണോപി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോ ജായത തന്മന്യുഃ കുമാരോ നീലലോഹിതഃ. പവൈരുരോധദേവാനാം പൂർവജോ ഭഗവാൻ ഭവാൻ നാമാനി ഗുരുമേ ധാത സ്ഥാനാനി ച ജഗദ്ഗുരു. പവൈ അവൻ തന്നെ ആവട്ടെ രുരോധ കരഞ്ഞു. ദേവാനാം പൂർവജോ ദേവാനാം ദേവന്മാരുടെ പൂർവജൻ ആദ്യം ഉണ്ടായവൻ. ഭവാൻ അങ്ങ് ഭവഃ ആ ശിവൻ തന്നെയാണ്. ഭവൈരുരോധ ദേവാനാം പൂർവജോ ഭവാൻ ഭവ അവൻ പുരികൊടിയുടെ മധ്യത്തിൽ നിന്നും ജനിച്ചു വീണപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. എന്തു പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്? ഭവൻ എന്നവന് പേരായി. ശിവന്റെ ഒരു അവതാരമാണ്. നാമാനി കുരുമേ ധാത ഹേ ബ്രഹ്മാവേ എനിക്ക് പേരുകൾ തരൂ. സ്ഥാനാനി ച ജഗദ്ഗുരു ഹേ ജഗദ്ഗുരു എനിക്ക് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിത്തരൂ. ഞാൻ എവിടെയൊക്കെ ഇരിക്കണം? എൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? എനിക്ക് പേരിടൂ, എനിക്ക് സ്ഥാനം ഉണ്ടാക്കിത്തരൂ എന്നൊക്കെ ആവശ്യപ്പെട്ടു. ധിയാ നിഗൃഹ്യമാണോപി പവൈരുരോധദേവാനാം പൂർവജോ ഭഗവാൻ ഭവാം നാമാനി കുരുമേ ധാത സ്ഥാനാനി ച ജഗദ്ഗുരു. ദേവാനാം പൂർവജഃ ഭഗവാൻ ഭവഃ ധാതഃ ജഗദ്ഗുരു മേ നാമാനി ച സ്ഥാനാനി ച കുരു രുരോധ. ഭവൈരുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവാം നാമാനി കുരുമേ ധാത സ്ഥാനാനി ച ജഗദ്ഗുരു. ഭവൈരുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവാം നാമാനി കുരുമേ ധാത സ്ഥാനാനി ച ജഗദ്ഗുരു. ഇതസ്യ വചപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യധാത് ഭദ്രയാ വാച മാരോദീസ്തത്കരോമി തേ. ഇതി തസ്യ വചഃ ഇങ്ങനെ അവൻ്റെ വാക്ക് പാത്മഃ ഭഗവാൻ പത്മത്തിൽ നിന്നുണ്ടായവനായ ഭഗവാൻ ബ്രഹ്മാവ്, താമരയിൽ നിന്നുണ്ടായവനായ ബ്രഹ്മാവ് പരിപാലയൻ പരിപാലിച്ചുകൊണ്ട് അഭ്യഥാത് അഭിധാനം ചെയ്തു പറഞ്ഞു. ഭദ്രയാ വാച ഭദ്രമായ വാക്കോട് പറഞ്ഞു. മാരോദീഹി കരയരുത്. തത്കരോമിതേ അത് ഞാൻ ചെയ്തു തരാം. പേരും തരാം, സ്ഥാനവും തരാം, കരയാതിരിക്കൂ എന്ന് ബ്രഹ്മാവ് എന്താണ് 4 പേര് കഴിഞ്ഞിട്ട് തനിക്കുണ്ടായ 5ാമത്തെ പുത്രനായിരുന്നു.
ആദ്യം 6 വൃത്തികളായിരുന്നു, പിന്നെ 4 പുത്രന്മാർ, മാനസപുത്രന്മാർ. പിന്നീടാണ് ഈ പരമശിവൻ തന്നെ കോപസ്വരൂപമായി തൻ്റെ പുലിക്കുള്ളിയിടയ്ക്ക് നിന്നും അവതരിച്ചത്. അവതരിച്ചപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ്. എന്താണ് പറഞ്ഞ് കരഞ്ഞത്? എനിക്ക് പേര് തരൂ, സ്ഥാനം തരൂ എന്നാവശ്യപ്പെട്ടു. ഇങ്ങനെ അവൻ്റെ വാക്ക് കേട്ട ബ്രഹ്മാവ് അത് പരിപാലിക്കാൻ വേണ്ടി അവനെ പേരും കൊടുത്തു, സ്ഥാനവും കൊടുത്തിട്ട് കരയാതിരിക്കൂ എന്ന് അവനോട് പറഞ്ഞു. ഇത് തസ്യ വചപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാവാച മാരോദീസ്തത്കരോമി തേ. തസ്യ ഇതി വചഃ പരിപാലയൻ ഭഗവാൻ പാത്മഃ ഭദ്രയാ വാച അഭ്യഥാത് മാരോദീഹി തത് തേ കരോമി. ഇത് തസ്യ വചപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാ വാച മാരോദീസ്തത്കരോമി തേ. ഇത് തസ്യ വചപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാ വാച മാരോദീസ്തത്കരോമി തേ. യദരോദീഹി പുരശ്രേഷ്ഠ ഓദ്വേഗ ഇവ ബാലകാം തതസ്ത്വാം അഭിധാസ്യന്തി നാമ്നാ രുദ്രേതി പ്രജാഹം. യത് അരോദീഹി, എന്ത് കാരണത്താലാണോ കരഞ്ഞത്, അരോദീഹി കരയുക. ഹേ പുരശ്രേഷ്ഠ സ്വ ഉദ്വേഗ ഇവ ബാലകഃ, സ്വോദ്വേഗ ഇവ ബാലകഃ, ഉദ്വേഗത്തോടു കൂടിയ ഒരു കുട്ടി എന്ന പോലെ കരഞ്ഞ് അവനോട് തതസ്ത്വാം അഭിധാസ്യന്തി, തതഃ ത്വാം അഭിധാസ്യന്തി, അനന്തരം നിന്നോട് പറഞ്ഞു, നാംന രുദ്രേതി പ്രജാഹ, പ്രജകൾ നിന്നെ രുദ്രൻ എന്ന പേരിൽ ഇനി മുതൽ അറിയപ്പെടും. നാംന രുദ്രേതി പ്രജാഹ അഭിധാസ്യന്തി, രോദനം ചെയ്ത് നീ ജനിച്ചു വീണതുകൊണ്ടും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തതുകൊണ്ട് ആ പ്രജകളൊക്കെ നിനക്കൊരു പേരുണ്ട്, രുദ്രൻ എന്നാണ് ഇനി മുതലിൻ്റെ പേര്. പരമശിവന്റെ അംശമാണ്, ഭാഗമാണ്, അവതാരമാണ്. അതുകൊണ്ട് ഹേ പുരശ്രേഷ്ഠ, അങ്ങ് ഇവിടെ സംബോധനയാണ്. ഉദ്വേഗത്തോടു കൂടിയ ഈ കുട്ടി എന്ന പോലെ ഇവ ബാലകനെ പോലെ നീ കരഞ്ഞല്ലോ, അതുകൊണ്ട് പ്രജകൾ നിന്നെ രുദ്രൻ എന്ന പേരിൽ ഇനി മുതൽ വിളിക്കപ്പെടും. യദരോദീ പുരശ്രേഷ്ഠോദ്വേഗ ഇവ ബാലകഃ തതസ്ത്വാഭിധാസ്യന്തി നാമ്നാ രുദ്രേതി പ്രജാഹം. ഹേ പുരശ്രേഷ്ഠ, ഓദ്വേഗഃ ബാലകഃ ഇവ അരോദീഹി ഇതി യത് തതഃ പ്രജാഃ ത്വാം രുദ്രഃ ഇതി നാമ്നാ അഭിധാസ്യന്തി. യദരോദീ പുരശ്രേഷ്ഠോദ്വേഗ ഇവ ബാലകാം തതസ്ത്വാം അഭിധാസ്യന്തി നാമ്നാ രുദ്രേതി പ്രജാഹം. യദരോദീഹി പുരശ്രേഷ്ഠോദ്വേഗ ഇവ ബാലകാം തതസ്ത്വാം അഭിധാസ്യന്തി നാമ്നാ രുദ്രേതി പ്രജാഹം. ഹൃദിന്ദ്രിയാണ്യഫുർവ്യോമ വായുരഗ്നജലം മഹീ പൂരശ്ചന്ദ്രസ്തവശ്ചൈവ സ്ഥാനന്യഗ്രേകൃതാനി മേ. ഹൃദ് ഇന്ദ്രിയാണി അഫുഃ വ്യോമ വായുഃ അഗ്നിഃ ജലം മഹീ സൂര്യഃ ചന്ദ്രഃ തപസഃ ച ഏവ സ്ഥാനാനി അഗ്രേ മേ കൃതാനി. നിനക്കുള്ള വാസസ്ഥാനമായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇത്രയും സ്ഥലത്താണ്. എവിടെയാണ്? ഹൃദയത്തിൽ, പിന്നെ എവിടെയാണ്? ഇന്ദ്രിയങ്ങളിൽ, പിന്നെ എവിടെയാണ്? അഫു പ്രാണനിൽ, വ്യോമ ആകാശത്ത്, വായുവിൽ, അഗ്നിയിൽ, ജലത്തിൽ, പൃഥ്വിയിൽ, പഞ്ചഭൂതങ്ങളിലും, അതുകൂടാതെ ഹൃദയത്തിലും പ്രാണനിലും ഇന്ദ്രിയങ്ങളിലും സൂര്യ ചന്ദ്ര തപശ്ചൈവ
സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളും മേ എന്നാൽ അഗ്രീകൃതാനി സ്ഥാനാന്യഗ്രീകൃതാനി മേ, ഞാൻ ഇതൊക്കെ ആദ്യം തന്നെ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നിനക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞ സ്ഥാനങ്ങളും തന്നു, പേരും തരാൻ പോവാണ് നിനക്ക്. ഹൃദിന്ദ്രിയാണ്യഫുർവ്യോമാം വായുയജ്ഞോജ്ജലം മഹീ സൂര്യശ്ചന്ദ്രസ്തവശ്ചൈവ സ്ഥാനാന്യഗ്രീകൃതാനി മേ. ഹൃദിന്ദ്രിയാണ്യഫുർവ്യോമ വായുയജ്ഞോജ്ജലം മഹീ സൂര്യശ്ചന്ദ്രസ്തവശ്ചൈവ സ്ഥാനാന്യഗ്രീകൃതാനി മേ. മന്യുർ മനുർ മഹിനസോ മഹാൻ ശിവ ഋതുധ്വജ ഉഗ്രേതാ ഭവക്കാലോ വാമദേവോഥ ദൗവ്രതാം. നിനക്കുള്ള 11 പേരും പറയാം. ഒന്ന് മന്യു, പിന്നൊന്ന് മനു, പിന്നൊന്ന് മഹിനസൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്ന് 11 പേര് നിനക്ക് തന്നു. ചിലയിടത്തൊക്കെ 11 ജനിച്ചു എന്ന് പറയും. പക്ഷെ ഭാഗവതകാരൻ ഒരാളായിട്ടാണ് ജനിച്ചത്. അതിനുശേഷം 11 പേര് കൊടുത്തു, 11 സ്ഥാനങ്ങളും കൊടുത്തു. ഈ 11 സ്ഥാനത്ത് മാറി മാറി ഇവർക്ക് സഞ്ചരിക്കാം. ഈ 11 പേരും മാറി മാറി ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാൾക്ക് 2, 3, 4 ഒക്കെ പേരിടുന്ന പോലെ അന്നൊരാൾക്ക് 11 പേരിട്ടു. അതേപോലെ 11 വാസസ്ഥാനങ്ങളും അവർക്ക് കൊടുത്തു. മന്യുർ മനുർ മഹിനസോ മഹാൻ ശിവ ഋതുധ്വജ ഉഗ്രേതാ ഭവക്കാലോ വാമദേവോഥ ദൗവ്രതാ. മന്യു മനു മഹിനസ മഹാൻ ശിവ ഋതുധ്വജ ഉഗ്രേത ഭവ കാല വാമദേവ ധൃതവ്രത. ഇത്രേ ഉള്ളൂ. ഇതാണ് പേര് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. സ്ഥാനങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞു. ഇനിയും ഇതാ ഉടനെ തന്നെ നിന്റെ പേരുകൾ പറയുന്നു പറഞ്ഞാണ് പേര് പറഞ്ഞിരിക്കുന്നത്. മന്യുർ മനുർ മഹിനസോ മഹാൻ ശിവ ഋതുധ്വജ ഉഗ്രേതാ ഭവക്കാലോ വാമദേവോഥ ദൗവ്രതാം. മന്യുർ മനുർ മഹിനസോ മഹാൻ ശിവ ഋതുധ്വജ ഉഗ്രേതാ ഭവക്കാലോ വാമദേവോഥ ദൗവ്രതാം. ധീർ വൃത്തിരെ ഉശനോ നാമ ച യുഫർപ്പിരിളാംബിക ഇരാവതി സുധാ ദീക്ഷാരുദ്രാണ്യോ രുദ്രതേ സ്ത്രീയാം. ഈ 11 പേരുള്ളത് കൊണ്ട് നിനക്ക് 11 പേരിൽ പത്നിമാരും ഉണ്ടായി വരും. അവരുടെയും കൂടി പറഞ്ഞേക്കാം. ധീഹി, വൃത്തി, ഉശന, ഉമ, നിയുഫ്, ഫർപ്പിഫ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്ന് രുദ്രാണികൾ എന്ന 11 ഇവർക്ക് 11 പേരുകളും ഉണ്ട്. ഇവർ നിന്റെ പത്നിമാരായിട്ട് തിരികെയും ചെയ്യും. ധീർവൃത്തിരു ഉശനോ നാമാം നാമാച നിയുഫർപ്പിരിളാംബിക ഇരാവതി സുധാ ദീക്ഷാരുദ്രാണ്യോ രുദ്രതേ സ്ത്രീയാം. ധീർവൃത്തിരുശനോ ഉശനോ ഉശനോമാ ധീഹി വൃത്തിഹി ഉശനഃ ഉമ കുറിച്ചുമ്പോൾ ഉശനോമാ. ധീർവൃത്തിരുശനോമാച നിയുഫർപ്പിരിളാംബികാം ഇരാവതി സുധാ ദീക്ഷാരുദ്രാണ്യോ രുദ്രതേ സ്ത്രീയാം. ഗൃഹാണി ഇതാനി നാമാനി സ്ഥാനാനി ജഫയോഷണാം ഏഭി പ്രജപദാ ബഹ്വീഹി പ്രജാനാമഭിയത്പദീം. ഗൃഹാണ ഏതാനി നാമാനി, ഈ പേരുകളെ സ്വീകരിച്ചുകൊള്ളൂ. ഗൃഹാണ സ്വീകരിക്കുക. ഏതാനി നാമാനി, ഈ പേരുകളെ സ്വീകരിച്ചുകൊള്ളൂ. സ്ഥാനാനിച്ച, സ്ഥാനങ്ങളും സ്വീകരിച്ചുള്ളൂ. ഫയോഷണ, യോഷിത്തുകളോടുകൂടിയ, ഭാര്യമാരോടൊപ്പം. ഭാര്യമാരെ തന്നു, ഭാര്യമാർക്ക് പേര് തന്നു, നിനക്ക് പേര് തന്നു, നിന്റെ സ്ഥാനവും തന്നു. ഗൃഹാണ ഏതാനി നാമാനി സ്ഥാനാനിച്ച ഫയോഷണ ഏഭിഹി, ഇവരെ കൊണ്ട് പ്രജാ ബഹ്വി
ധാരാളം പ്രജകളെ സൃഷ്ടിച്ചു. 11 പത്നിമാരുണ്ട്. അവരെ കൊണ്ട് ഇഷ്ടം പോലെ സൃഷ്ടികൾ നടത്താം. പ്രജാനാമഭി യത്പതി, അങ്ങനെ നീ ഒരു പ്രജാപതിയായിട്ട് മാറുകയും ചെയ്യും എന്ന് ബ്രഹ്മദേവൻ ഈ രുദ്രനെ വാസ്തവത്തിൽ അഭിനന്ദിച്ച് ആശംസിച്ച് പറഞ്ഞിരിക്കാം. ഗൃഹാണി ഇതാനി നാമാനി സ്ഥാനാനി ച ഭയോഷണ ഏഭി പ്രജപജാബഹുയി പ്രജാനാമഭി യത്പദീം. ഏതാനി നാമാനി സ്ഥാനാനി ച ഗൃഹാണ ഭയോഷണഃ ഏഭിഃ ബഹുവീഃ പ്രജാഃ സൃജ യത് പ്രജാനാം പതിഃ അസി. ഗൃഹാണൈതാനി നാമാനി സ്ഥാനാനി ച ഭയോഷണാം ഏഭിഃ പ്രജപജാബഹുയി പ്രജാനാമഭി യത്പദീം. ഗൃഹാണൈതാനി നാമാനി സ്ഥാനാനി ച ഭയോഷണാം ഏഭിഃ പ്രജപജാബഹുയി പ്രജാനാമഭി യത്പദീം. ഇത്യാദിഷ്ടഫഗുരുണാ ഭഗവന്നീലലോഹിത തത്വാഗതി സ്വഭാവേന ഫർജാത്മസമാപ്രജാഹം. ഇതി ആദിഷ്ടഃ സ്വഗുരുണ, ഗുരുവിനാൽ ആദേശിക്കപ്പെട്ടവനായ അവൻ രുദ്രൻ. ഇവിടെ ഗുരുവാരാണ്? ബ്രഹ്മാവ്. ഗുരുവായ ബ്രഹ്മാവിനാൽ ആദിഷ്ടഃ നിർദ്ദിഷ്ടഃ നിർദ്ദേശിക്കപ്പെട്ടവനായ അവൻ ഭഗവാൻ നീലലോഹിത, നീലലോഹിതനായ ഭഗവാൻ. നീലവർണവും ലോഹിതവർണവും ഉള്ളവനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സത്വാഗതി സ്വഭാവേന, സത്വാകൃതിയായ, സത്വം ആഗതി സ്വഭാവം ഇവ കൊണ്ട് സത്വാഗതി സ്വഭാവേന സ്വസർജ ആത്മസമാപ്രജാഹ, തനിക്ക് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു ധാരാളം. ആര്? രുദ്രൻ. ഇങ്ങനെ ഗുരുവായ ബ്രഹ്മാവിനാൽ പറയപ്പെട്ട ആ നീലലോഹിതൻ സത്വാദികളായ ഗുണം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രജകളെ ധാരാളമായി തന്നെ സൃഷ്ടിച്ചു. ഇത്യാദിഷ്ടഫഗുരുണാ ഭഗവാൻ നീലലോഹിതാം സത്വാഗതി സ്വഭാവേന സസർജ ആത്മസമാപ്രജാഹം. ഇത്യാദിഷ്ടഫഗുരുണാ ഭഗവാൻ നീലലോഹിതാം സത്വാഗതി സ്വഭാവേന സസർജ ആത്മസമാപ്രജാഹം. ഗുരുണ ഇതി ആദിഷ്ടഃ ഭഗവാൻ നീലലോഹിതഃ സത്വാഗതി സ്വഭാവേന ആത്മസമാഹ പ്രജാഃ സസർജ. ഇത്യാദിഷ്ടഃ ഗുരുണാ ഭഗവാൻ നീലലോഹിതാം സത്വാഗതി സ്വഭാവേന സസർജാത്മസമാ പ്രജാഹം. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താദ് ഗ്രഹതാം ജഗത് നിശാമ്യാസംഖ്യശോ യൂഥാൻ പ്രജാപതിരസം സ്വതാം പ്രജാപതിരസം കഥാം. രുദ്രാണാം രുദ്രസൃഷ്ടാനാം, രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരായ അവർ സമന്താദ് ഗ്രഹതാം ജഗത്, ചുറ്റും നിന്നുകൊണ്ട് ലോകത്തെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നവരായി. നിശമ്യ അസംഖ്യശോ യൂഥാൻ, നിശമ്യ കേട്ടിട്ട്, അസംഖ്യശ സംഖ്യയില്ലാത്ത അനേകം യൂഥാൻ സമൂഹങ്ങളെ, പ്രജാപതി അശങ്കത പ്രജാപതി ശങ്കിച്ചു. അതായത് രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ 4 ഭാഗത്തുമുള്ള അന്യപ്രജകളെ കൂടി നശിപ്പിക്കാൻ തക്ക ഭയങ്കരമായ ആകൃതിയും സ്വഭാവവും ഉള്ളവരായി. ഇവരുടെ സംഘങ്ങൾ എണ്ണിയാൽ തീരാത്ത വിധം അനേകമുണ്ട്. അവരെ കൊണ്ട് ലോകം നിറഞ്ഞു. ഇവരെ കണ്ട് ബ്രഹ്മാവ് ഇവർ അന്യ സൃഷ്ട പ്രജകളെ കൂടെ നശിപ്പിക്കുമോ എന്ന് പോലും ശങ്കിച്ചുപോയി. താൻ സൃഷ്ടിച്ച മറ്റു പ്രജകളെ കൂടി നശിപ്പിച്ചു കളയുമോ എന്ന് പോലും സംശയമായി. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താം ജഗത് നിശാമ്യാസംഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കതാം. രുദ്രസൃഷ്ടാനാം രുദ്രാണാം ജഗത്ത് സമന്താദ്ഗ്രസതാം യൂഥാൻ അസംഖ്യശഃ നിശമ്യ പ്രജാപതി അശങ്കത.
രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താദ്ഗ്രഫതാം ജഗൻ നിശാമ്യാഫം ഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കതാം. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താദ്ഗ്രഫതാം ജഗൻ നിശാമ്യാഫം ഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കതാം. അലം പ്രജാഭിഃ സൃഷ്ടാഭിः ईदृशीभिः पुरोत्तमा मया सहदहन्तीभिः ചക്ഷുർഭിരുൽബണൈഃ. അലം പ്രജാഭിः മതിയാക്കൂ സൃഷ്ടി. സൃഷ്ടാഭിः ഈദൃശീഃ ഫിരസത്തമ. ഫിരസത്തമ എന്നുള്ള സംബോധനയാണ്. ഫിരന്മാരിൽ വെച്ച് സപ്തമനായുള്ളവനെ. ഈദൃശീ പ്രജാഭിः സൃഷ്ടിഃ അലം. ഇങ്ങനെയുള്ള പ്രജകളാൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ സൃഷ്ടി മതിയാക്കൂ. മയാ സഹ ദഹന്തീഭിः എന്നെയും കൂടി ദഹിപ്പിക്കാൻ വരുന്നതായ അവരുടെ ദിശഃ ചക്ഷുർഭിः ഉൽബണൈഃ തീക്കൊള്ളി പോലെ കത്തിജ്വലിച്ചു വരുന്ന ആ അവരുടെ ഈ സൃഷ്ടികൾ മയാ സഹ ദഹന്തീഭിः ചതുർഭിः ഉൽബണൈഃ. ഇവരുടെ നോട്ടം കണ്ടാൽ 4 ഭാഗത്തും തീ കത്തിക്കയറി വരികയാണെന്ന് തോന്നും. അത്രയ്ക്ക് ഘോര തമന്മാരാണിവർ. ഇവരെ ഉഗ്രങ്ങളായ ഇവരുടെ നോട്ടം കൊണ്ട് എന്നെയും ദിക്കുകളെയും പോയി ദഹിപ്പിക്കാൻ പര്യാപ്തരാണ് ഇവർ. അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടി മതിയാക്കൂ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് രുദ്രനോട് സൃഷ്ടി ഉപസംഹരിക്കാൻ ആവശ്യപ്പെട്ടു. അലം പ്രജാഭിഃ സൃഷ്ടാഭിः ഈദൃശീഭിः പുരോത്തമാം മയാ സഹ ദഹന്തീഭിः ദിശശ്ചക്ഷുർഭിരുൽബണൈഃ. ഉൽബണൈഃ ചക്ഷുഭിः ദിശഃ മയാ സഹ ദഹന്തീഭിः പ്രജാഭിः. അലം. അലം പ്രജാഭിഃ സൃഷ്ടാഭിः ഈദൃശീഭിः പുരോത്തമാം മയാ സഹ ദഹന്തീഭിः ദിശശ്ചക്ഷുർഭിരുൽബണൈഃ. അലം പ്രജാഭിഃ സൃഷ്ടാഭിരീദൃശീഭിः പുരോത്തമാം മയാ സഹ ദഹന്തീഭിः ദിശശ്ചക്ഷുർഭിരുൽബണൈഃ. തവ ആദിഷ്ടഭദ്രം ദേ സർവഭൂതസുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. തപ ആദിഷ്ട, തപസ് ചെയ്തോളൂ. ഭദ്രം തേ, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ. സർവഭൂത സുഖാവഹം തവ ആദിഷ്ട, എല്ലാ ഭൂതങ്ങൾക്കും സുഖമുണ്ടാക്കി തപസ് ചെയ്തോളൂ. തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. തപസ്സുകൊണ്ട് തന്നെയാണ് യഥാപൂർവം നേരത്തെ ഉള്ള പോലെ സൃഷ്ടാവ് വിശ്വമിദം ഭവാൻ. സർവഭൂതങ്ങൾക്കും സുഖത്തെ ഉണ്ടാക്കാൻ സമർത്ഥമായ തപസ് തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് മംഗളം ഭവിക്കട്ടെ. തപസ്സിൻ്റെ മഹിമയിൽ അങ്ങേക്ക് ഈ വിശ്വത്തെ മുമ്പത്തെ പോലെ സൃഷ്ടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആവില്ല. അതുകൊണ്ട് തപസ് ചെയ്തോളൂ. ഈ സൃഷ്ടി മതിയാക്കൂ. നല്ല സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി തപസ് ചെയ്തോളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഇവിടെ ഉപദേശിക്കല. തവ ആദിഷ്ടഭദ്രം ദേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. സർവഭൂത സുഖാവഹം തപഃ ആദിഷ്ട തേ ഭദ്രം തപസായവ ഭവാൻ യഥാപൂർവം വിശ്വം സൃഷ്ടാ. തപ ആദിഷ്ടഭദ്രം ദേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. തപ ആദിഷ്ടഭദ്രം ദേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. തപസൈവ പരം ജ്യോതിം ഭഗവന്തമഥോക്ഷിതം സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. തപസായേവ, തപസ്സുകൊണ്ട് തന്നെ, പരം ജ്യോതി ഭഗവന്തം അധോക്ഷജം,
പരമമായ ജ്യോതിഫായ അധോക്ഷജനായ ഭഗവാനെ, അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ, ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ ജ്യോതിസ്വരൂപനായ ആ ശക്തിസ്വരൂപത്തെ തപസൈവ പരം ജ്യോതി, തപസ് തന്നെയാണ് അതിന് ഉത്കൃഷ്ടമായ പ്രകാശം. സർവഭൂത ഗുഹാവാസം അഞ്ജസാവിന്ദദേഭം ഉമാൻ, എല്ലാ ഭൂതങ്ങളിലെയും ഗുഹയിൽ വസിക്കുന്നവനുമായ ആ അധോക്ഷനെ ഉമാൻ അഞ്ജസ വിന്ദത്തെ, വിന്ദത്തെ അറിഞ്ഞു, അഞ്ജസ വേഗന്ന്, ഗുഹാവാസം ഗുഹയിൽ വസിക്കുന്ന എല്ലാ ഭൂതങ്ങളിലെയും ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്നവനായ അവനെ, ആ പുരുഷനെ വിന്ദതേ അറിഞ്ഞു എന്നർത്ഥം. തവൈവ പരം ജ്യോതിർ ഭഗവന്തമധോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. ഭഗവന്തം പരം ജ്യോതി സർവഭൂത ഗുഹാവാസം അധോക്ഷജം പുമാൻ അഞ്ജസാ വിന്ദതേ. തപസൈവ പരം ജ്യോതിർ ഭഗവന്തമധോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. തപസൈവ പരം ജ്യോതിർ ഭഗവന്തമധോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. മൈത്രേയ ഉവാച. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തിരുത്തി പറഞ്ഞു. അപ്പോൾ മൈത്രേയൻ ചോദിച്ചു, ഏവമാത്മഭുവാദിഷ്ടപരിക്രമ്യ ഗിരാം പതിം ഗാഠമിത്യമുമാമന്ത്ര്യ വിവേശതപസേവനം. ഏവം ആത്മഭുവാ ആദിഷ്ട, ഇങ്ങനെ ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായ അവൻ പരിക്രമ്യ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഗിരാം പതിം വേദത്തിൻ്റെ പതിയായ, ഗീരെന്ന് വെച്ചാൽ വാക്ക്, വാക്കെന്ന് വെച്ചാൽ ഇവിടെ വേദമാണ്. ഒരു ഗിരാംപതി വേദപതിയായ, വേദത്തിൻ്റെ സൃഷ്ടികർത്താവായ ഗിരാംപതിം ബാഠം ഇതി അമും ആമന്ത്രിയ, അങ്ങനെ ആവട്ടെ എന്ന് അവനോട് പറഞ്ഞിട്ട്. ബാഠം വെച്ചാൽ അതെ, ഇതി അമും ആമന്ത്രിയ, ഇങ്ങനെ അവനോട് പറഞ്ഞിട്ട്. ഇത്യമും ആമന്ത്രിയ വിവേശ തപസേവനം, തപസ്സിനായിട്ട് വനം വിവേശ, വനത്തിലേക്ക് പോയി. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തപസ്സിന് വേണ്ടി വനത്തിലേക്ക് പോയി. ഇനി തൻ്റെ ജീവിത ലക്ഷ്യം തപസ് മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടു, ഉറച്ചു എന്നർത്ഥം. ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാംപതിം പാഠമിത്യമുമാമന്ത്രവ്യേശ തപസേവനം. ഏവം ആത്മഭുവ ആദിഷ്ട ഗിരാംപതിം പരിക്രമ്യ ബാഠം ഇതി ആമന്ത്ര്യ തപസേ വനം വിവേശ. ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാംപതിം ബാഠമിത്യമുമാമന്ത്ര്യ വിവേശ തപസേവനം. ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാംപതിം ബാഠമിത്യമുമാമന്ത്ര്യ വിവേശ തപസേവനം. അഥാവിധ്യായുധ സർഗം ദശപുത്രാ പ്രജജ്ഞിരേ ഭഗവച്ഛക്തിയുക്തസ്യ ലോകസന്ധാനഹേതവാം. അഥ അനന്തരം ബ്രഹ്മാവ് രുദ്രനെ സൃഷ്ടിച്ചു, പേര് കൊടുത്തു, സ്ഥലം കൊടുത്തു. അതിനുശേഷം ആ ബ്രഹ്മാവിനെ ഈ രുദ്രൻ പ്രദക്ഷിണം ചെയ്ത് ബ്രഹ്മാവിനെ കൽപ്പനയൊക്കെ അംഗീകരിച്ച് സമ്മതം വാങ്ങിയ ശേഷം തപസ് ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോയി. ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാംപതിം ബാഠമിത്യമുമാമന്ത്ര്യ വിവേശ തപസേവനം. ഏവം ആത്മഭുവ ആദിഷ്ട
ഗിരാംപതിഃ പരിക്രമ്യ ബാഠം ഇതി ആമന്ത്ര്യ തപസേ വനം വിവേശ. ഏവമാത്മഭുവാദിഷ്ടപരിക്രമ്യ ഗിരാംപതിം ബാഠമിത്യമുമാമന്ത്രിവേശ തപസേവനം. ഏവമാത്മഭുവാദിഷ്ടപരിക്രമ്യ ഗിരാംപതിം ബാഠമിത്യമുമാമന്ത്ര്യ വേശ തപസേവനം. ഇനി അതിനുശേഷമുണ്ടായ സപ്തർഷികളെയും നാരദനും മുതലായ പുത്രന്മാരെക്കുറിച്ചും അതിനുശേഷമുള്ള സരസ്വതിയുടെ സൃഷ്ടി, ഇങ്ങനെ ആ സൃഷ്ടിക്രമത്തെ ഇനി വിസ്തരിച്ച് വർണ്ണിച്ച് നീണ്ടുപോകാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.